ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്യാത്ത തെറ്റിന് ബലി കൊടുത്താ അതിന്റെ ഉത്തരം കാലങ്ങളോളം കണിമംഗലത്തുകാര് പറയേണ്ടി വരും. നീ എന്തൊക്കെയാ ഉർവശി പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഷെൽഫിലിരുന്ന ആഭരണങ്ങൾ കാണാതായിട്ട് അതിന്റെ കാരണക്കാരാരാണെന്ന് ഏടത്തേക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അമ്മയുടെ അസുഖം മാറിയിട്ടൊന്നുമില്ല ശോതെ. വീണ്ടും മരുന്ന് കഴിക്കേണ്ടി വരുന്നാ തോന്നുന്നു. ആ കൊണ്ടുവാ. പണ്ടത്തെ പോലെ കുറെ വൈദ്യന്മാരെയും കൊണ്ട് വാ. നീ ഒരെണ്ണം ജീവനോടെ പുറത്തു പോവില്ല. ചവിട്ടി കൂട്ടി ഞാൻ. അമ്മ മോളെയും കൂട്ടി വന്ന് ചായ എടുത്ത് കുടിക്കേ. എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ ഒരിടത്തേക്കും വരില്ല. മോളെ, അച്ഛൻ പറയുന്നത് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി? എനിക്ക് പേടിയായിട്ട് വയ്യ. വാതിലടക്കി മുത്തശ്ശി, വാതിലടക്കേ, വാതിലടക്കേ, വാതിലടക്കി, വാതിലടക്കേ മുത്തശ്ശി, വാതിലടക്കേ, വാതിലടക്കി മുത്തശ്ശി. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. തൃപ്തിയായല്ലോ നിങ്ങൾ രണ്ടാൾക്കും. അതിന്റെ അവസ്ഥ മാറ്റിയെടുത്തപ്പോ മനസമാധാനം കിട്ടിയല്ലോ. ഇനിയെങ്കിലും ഒന്ന് പോവാമോ? വാ ശോതെ. ചെറിയമ്മ, നേരം വെളുത്താൽ ഉടനെ എന്നോട്ട് ഇവിടുന്ന് ഇറങ്ങണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ മറിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരാളോടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? കൽപ്പനെ, നീ ഇറങ്ങുന്നില്ലേ? എല്ലാവരും താഴെ കാത്തു നിൽക്കുക. നിന്റെ സാധനങ്ങളും എടുത്ത് പെട്ടെന്ന് വാ. എടുത്തി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇപ്പൊ എല്ലാരും കൂടി ഇവളെ ഇറക്കി വിട്ട തികച്ചൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വരും. അവളെ അതാ തീരുമാനിച്ചിരിക്കുന്നെ. ഏട്ടത്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗൗതമും കൽപ്പനയും തമ്മില് തെറ്റായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ എല്ലാവരെക്കാളും ആദ്യം അവളോട് ദേഷ്യപ്പെടുന്നത് ഞാനായിരിക്കില്ലേ? അവളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുക ഞാനായിരിക്കില്ലേ? അവര് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല. ഒരാങ്ങളയുടെ സ്ഥാനത്തല്ലാതെ കൽപ്പന ഗൗതമിനെ കണ്ടിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് ബലി കൊടുത്താ അതിന്റെ ഉത്തരം കാലങ്ങളോളം കണിമംഗലത്തുകാര് പറയേണ്ടി വരും. നീ എന്തൊക്കെയാ ഉർവശി പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഷെൽഫിലിരുന്ന ആഭരണങ്ങൾ കാണാതായിട്ട് അതിന്റെ കാരണക്കാരാരാണെന്ന് ഏടത്തേക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാ? ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നതുകൊണ്ട്. രാധികയെ സംശയിക്കരുത്, അവളെ അങ്ങനെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. അത് സത്യമാ. പക്ഷേ കുടുംബത്തിന്റെ അധികാരം കയ്യിലോട്ട് കിട്ടിയപ്പോ രാധിക അഹങ്കരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാ ഇന്നലെ രാത്രി രാധിക കൽപ്പനയോടും ഗൗതമിനോടും ചെയ്തത്. ഷെൽഫിൽ നിന്നും ആ സ്വർണം എടുത്ത് മാറ്റിയത് രാധികയാണെങ്കിൽ അവള് തെറ്റുകാരിയല്ലേ? അതെ, അവളാ ഗൗതമിനെയും കൽപ്പനയും പുറത്താക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. രാധിക മോൾ അങ്ങനെ ചെയ്യില്ല. ചെയ്യാതിരിക്കട്ടെ. പക്ഷെ ആ സ്വർണ്ണാഭരണങ്ങള് തിരിച്ചു വരുന്നതുവരെ ഇവിടെ മറ്റൊന്നും സംഭവിക്കരുത്.
കൽപ്പനയുടെ കാര്യം മാത്രമല്ല ആലോചിക്കേണ്ടത്. ഈ വിവരം സൂര്യ അറിഞ്ഞ സൂര്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഹ. സൂര്യ പണ്ടത്തെ പോലെ തളർന്നു വീണ അത് താങ്ങാനാവോ ഏട്ടത്തിക്ക്? പഴയതുപോലെ ഒരു വീൽ ചെയറില് അനങ്ങാതിരിക്കുന്നത് കാണണോ ഏട്ടത്തിക്ക്? ഏട്ടത്തി, ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ബോധ്യമാവണം. രാധികയാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ രാധിക ശിക്ഷിക്കണം. അല്ല, കൽപ്പനയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൽപ്പന ശിക്ഷിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ആഭരണങ്ങൾ ആരാ കടത്തിയതെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടണം. അതുവരെ മാത്രം കൽപ്പന ഏട്ടത്തി ഇവിടെ നിർത്തണം. ഏട്ടത്തിയെ പോലൊരാള് വെറുതെ ഒരു പെണ്ണിന്റെ ശാപം വാങ്ങിച്ചു വെക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയല്ല ഏട്ടത്തിയുടെ ഇഷ്ടം. നീ അവളെയും കൂട്ടി താഴോട്ട് വാ. കൽപ്പനെ, ബാഗും എടുത്ത് ഇറങ്ങിക്കോ. ഇല്ല, അവസാനിച്ചല്ലേ ചെറിയമ്മേ? പടിവാതിൽ കടക്കാൻ കുറച്ചു ദൂരം കൂടിയുള്ളൂ. അതിനിടയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്താ പത്മിനി, ഇറങ്ങിയില്ലേ? വരുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇത്രയും കാലം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാതിരുന്നത് കണിമംഗലം എനിക്ക് അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആത്മഹത്യ ചെയ്യാനേ എനിക്ക് പറ്റൂ.